നമസ്കാരം. അപകടത്തിൽപ്പെട്ട ഹെലികോപ്റ്ററിലെ വനിതാ കോ പൈലറ്റിന്റെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്താൻ അമേരിക്കൻ സൈന്യം വിസമ്മതം രേഖപ്പെടുത്തുന്നത് വിവാദത്തിൽ. അവരുടെ കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് ഇതെന്നാണ് സൈന്യം പറയുന്നത്. ചീഫ് വാറന്റ് ഓഫീസ് ടു ആൻഡ്രൂ ഈവ്സ്, ക്രൂ ചീഫ് സ്റ്റാഫ് സർജൻ റയാൻ ഒഹാര എന്നിവരുടെ പേരുകൾ കഴിഞ്ഞ ദിവസം സൈന്യം വെളിപ്പെടുത്തിയിരുന്നു. ബുധനാഴ്ച രാത്രി 9 മണിയോടെ റീഗൻ ദേശീയ വിമാനത്താവളത്തിൽ ഇറങ്ങാനെത്തിയ അമേരിക്കൻ എയർലൈൻസിന്റെ വിമാനത്തിലേക്ക് നേരെ പറന്നു കയറുകയായിരുന്നു ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ. ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന 3 സൈനികരും കൊല്ലപ്പെട്ടു. അതോടൊപ്പം കൻസാനിയിൽ നിന്ന് വരികയായിരുന്ന വിമാനത്തിലെ 60 യാത്രക്കാരും 4 ജീവനക്കാരും അപകടത്തിൽ മരണമടഞ്ഞിരുന്നു. സാധാരണയായി അപകടങ്ങളിലോ യുദ്ധത്തിലോ സൈനികർ മരിച്ചാൽ അവരുടെ കുടുംബങ്ങളെ വിവരമറിയിച്ച് 24 മണിക്കൂറുകൾക്കകം അവരുടെ പേരും മറ്റു വിവരങ്ങളും പുറത്തുവിടുകയാണ് പതിവ്. ഇത്തരത്തിൽ മറച്ചുവെക്കുന്നത് തികച്ചും അസാധാരണമായ നടപടിയാണ്. കുടുംബം ആവശ്യപ്പെട്ടതനുസരിച്ച് അപകടത്തിൽ മരണമടഞ്ഞ 3ാമത്തെ സേനാംഗത്തിൻ്റെ പേര് ഇപ്പോൾ വെളിപ്പെടുത്താൻ നിർവാഹമില്ല എന്നായിരുന്നു അമേരിക്കൻ സൈനിക വക്താവ് അറിയിച്ചത്. ഈ കോ പൈലറ്റിൻ്റെയും ഒഹാരയുടെയും മൃതദേഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഈവ്സിൻ്റെ മൃതശരീരം ഇനിയും കണ്ടുകിട്ടേണ്ടതുണ്ട്. എന്തിനാണ് കോ പൈലറ്റിൻ്റെ പേര് വെളിപ്പെടുത്തരുതെന്ന് കുടുംബം ആവശ്യപ്പെട്ടതെന്നും സൈന്യം അത് എന്തിനനുവദിച്ചു എന്നതും ദുരൂഹതയാണെന്നും ചില മാധ്യമങ്ങൾ പറയുന്നു. ജോലി സമയത്ത് മരണമടയുന്ന സൈനികരുടെ കുടുംബങ്ങൾക്ക് അവരുടെ പേര് വെളിപ്പെടുത്തരുതെന്ന് ആവശ്യപ്പെടാൻ നിയമപരമായി തന്നെ സാധിക്കും. എന്നാൽ ഈ വനിത കോ പൈലറ്റിൻ്റെ പേര് വെളിപ്പെടുത്താത്ത തീരുമാനം ഇപ്പോൾ തന്നെ നിരവധി ഗൂഢാലോചന സിദ്ധാന്തങ്ങൾക്ക് വഴിമരുന്നിട്ട ഈ അപകടത്തെ കൂടുതൽ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുകയാണ്. നേരത്തെ ജോ എലീസ് എന്ന ട്രാൻസ്ജെൻഡർ വനിതയാണ് അപകട സമയത്ത് ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന വനിത എന്ന തെറ്റായ വാർത്ത പരന്നിരുന്നു. ബുധനാഴ്ച രാത്രി ഉണ്ടായ അപകടത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വിമാനത്തിൻ്റെ പാതയിലേക്ക് ഹെലികോപ്റ്റർ കടന്നു വരുന്നതും അതിനെ ഇടിക്കുന്നതുമാണ് കാണുന്നത്. മാത്രമല്ല ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റ് നിർദ്ദിഷ്ട പാതയിൽ നിന്നും കൂടുതൽ വ്യതിചലിച്ച് കൂടുതൽ ഉയരത്തിൽ പറന്നതായും ആരോപണമുണ്ട്. കൂട്ടിയിടിച്ച വിമാനവും ഹെലികോപ്റ്ററും പോട്ടോമാക് നദിയിലേക്ക് പതിക്കുകയായിരുന്നു. അതേസമയം ഒഴിവാക്കാമായിരുന്ന അപകടം എന്നാണ് ഗതാഗത സെക്രട്ടറി സീൻ ഡഫ് വിശേഷിപ്പിച്ചത്. അമേരിക്കൻ എയർലൈൻസ് ആകട്ടെ സൈനിക ഹെലികോപ്റ്റർ ദിശ തെറ്റി വന്നിടിക്കാൻ കാരണമായി പഴിക്കുന്നത് ഹെലികോപ്റ്ററിൻ്റെ പൈലറ്റിനെയാണ്. സൈനിക ഹെലികോപ്റ്റർ പരിശീലന പറക്കലിനിടെ ഇരുട്ടിൻ്റെ മറവിൽ എതിർദിശയിൽ വന്ന് നേരെ വിമാനവുമായി കൂട്ടിയിരിക്കുകയായിരുന്നു. ഇരു കൂട്ടരും മറ്റുള്ളവരുടെ വരവ് അറിഞ്ഞില്ല. വിമാനത്തിൻ്റെ ദിശയിൽ എന്തുകൊണ്ട് ഹെലികോപ്റ്റർ വന്നതെന്ന് ഇപ്പോൾ നമുക്കറിയില്ല എന്ന് അമേരിക്കൻ എയർലൈൻസ് ചീഫ് എക്സിക്യൂട്ടീവ് റോബർട്ട് ഇസം പറഞ്ഞു. അപകടം ഒഴിവാക്കാമായിരുന്നുവെന്ന ട്രംപിൻ്റെ അഭിപ്രായത്തോട് ഗതാഗത സെക്രട്ടറി സീൻ ഡഫി യോജിച്ചു. ആശയവിനിമയ തകരാർ ഉണ്ടായെന്ന് പറയാനാവില്ല. വിമാനം ആ മേഖലയിലുണ്ടെന്ന് ഹെലികോപ്റ്ററിന് ധാരണയുണ്ടായിരുന്നു. കൂടുതൽ വിവരങ്ങൾ അറിയാനിരിക്കുന്നതേയുള്ളൂ. ഇതുവരെ കിട്ടിയ വിവരം വെച്ച് നോക്കുമ്പോൾ ഒഴിവാക്കാമായിരുന്ന അപകടം തന്നെയെന്ന് സീൻ ഡഫി പറഞ്ഞു. ഹെലികോപ്റ്ററും വിമാനവും സ്റ്റാൻഡേർഡ് ഫ്ലൈറ്റ് പാറ്റേണിലാണ് പറന്നുകൊണ്ടിരുന്നത്. അസാധാരണമായി ഒന്നും ഉണ്ടായിരുന്നില്ലെന്നും ഡഫി പറഞ്ഞു. അപകട സമയത്ത് DCA കൺട്രോൾ ടവറിലെ ജീവനക്കാരുടെ എണ്ണം ട്രാഫിക്കിന് ആനുപാതികമായിരുന്നില്ലെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ്റെ പ്രാഥമിക സുരക്ഷാ റിപ്പോർട്ടിൽ പറയുന്നു. നിലവിൽ FFAയുടെ തലപ്പത്ത് ആരുമില്ല എന്നതും ശ്രദ്ധേയമാണ്. DCA എയർ ട്രാഫിക് കൺട്രോളർമാർ ബ്ലാക്ക് ഹോക്ക് പൈലറ്റുമാരുമായി സംസാരിച്ചതിൻ്റെ ഓഡിയോ റെക്കോർഡിംഗ് ലഭ്യമായിട്ടുണ്ട്. കൂട്ടിയിടിക്ക് 30 സെക്കൻഡിന് മുമ്പാണ് വിമാനം കാണുന്നില്ലേ എന്ന് ബ്ലാക്ക് ഹോക്ക് ഹെലികോപ്റ്റർ പൈലറ്റുകളോട് കൺട്രോളർ ചോദിച്ചത്. 30 സെക്കൻഡ് മുന്നറിയിപ്പ് നൽകാൻ പര്യാപ്തമായ സമയമല്ലെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. അപകടത്തിന് തൊട്ട് മുമ്പ് ഒരു എയർ ട്രാഫിക് കൺട്രോളറെ ഡ്യൂട്ടി സമയം തീരുന്നതിന് മുന്നേ പോകാൻ അനുവദിച്ചു എന്നതും റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. ഇതോടെ ഹെലികോപ്റ്റർ ട്രാഫിക്കും വിമാന ട്രാഫിക്കും ഒരു എയർ ട്രാഫിക് കൺട്രോളർ തന്നെ കൈകാര്യം ചെയ്യേണ്ടി വന്നു. ഇത് 2 പേർ ചെയ്യേണ്ടുന്ന ജോലിയാണെന്ന് ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു.